നമസ്കാരം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ആര് ഭരിക്കും, അല്ലെങ്കിൽ ഓരോ മുന്നണിക്കും എത്ര സീറ്റുകൾ വീതം ലഭിക്കും? ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ ഈ ഒരു രീതിയിൽ രാജ്യമെമ്പാടും പ്രശസ്തമാണ്. ഏറ്റവും ഒടുവിലത്തെ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ഈ സർവേ ഫലങ്ങൾ സത്യത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെ മറിച്ച് അല്ലെങ്കിൽ ആ ഫലങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതല്ല എന്നുള്ളതാണ്. അതായത് 2024 തെരഞ്ഞെടുപ്പിൽ BJP ഒരല്പം പുറകിലോട്ട് പോകുന്നു, കേവല ഭൂരിപക്ഷം കടക്കാത്ത ഒരു സ്ഥിതി വരുന്നു. അതിനുശേഷം വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മൂഡ് മാറിയിരിക്കുന്നു, ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാറിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന ഇതിലുണ്ട്. അതായത് 292 സീറ്റുകൾ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയെങ്കിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ 343 സീറ്റുകളാണ് സർവേ ഫലം പ്രവചിക്കുന്നത്. മാത്രമല്ല ഇന്ത്യ മുന്നണി 232 സീറ്റുകളിൽ നിന്ന് 188 വീഴുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു സർവേ ഫലം എടുക്കുമ്പോൾ എന്തായിരിക്കാം ഇതിൻ്റെ അടിസ്ഥാന കാരണം? വലിയ ഒരു പോപ്പുലർ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഫലത്തിൻ്റെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ എന്ന് പറഞ്ഞു. ഇത് ഇന്ത്യ ടുഡേയും സീ വോട്ടറും കൂടെ ചേർന്ന് നടത്തുന്ന സർവേയാണ്. വളരെ ആധികാരികമെന്ന് വിശ്വസിക്കപ്പെടുന്ന സർവേയാണ്. എന്ന് മാത്രമല്ല ഇത് ചെറിയ സാമ്പിൾ സൈസ് അല്ല. അപ്പം നമ്മൾ ഇതിൻ്റെ കണ്ടെത്തലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ സാമ്പിൾ സൈസ് ചെറുതല്ല എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. 1,25,000 പേര്, അതായത് 1.25 ലക്ഷം ആൾക്കാരെ കണ്ട് കഴിഞ്ഞ ജനുവരി 2 ഈ കഴിഞ്ഞ ഫെബ്രുവരി 9 ആ ഡേറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. കുമാറിന് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. അപ്പോൾ ഈ ഒരു സർവേ നടത്തിയ പീരീഡ് ഇതാണ്. അതായത് 2025 ഈ പുതുവർഷത്തിൽ ഭാരതത്തിലെ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ഇന്ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും ഫലം? ഈ ഒരു സർവേയുടെ അടിസ്ഥാന ചോദ്യം അത് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് നേരത്തെ കുമാർ ഇവിടെ സൂചിപ്പിച്ച പോലെ അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് BJP 300 കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 300 കടക്കുന്നു എന്നല്ല, ഏതാണ്ട് 350 സീറ്റിലേക്ക് NDA മാറുന്നു, ഇല്ലേ? NDA മാറുന്നു. BJP അല്ല, NDA 300 കടക്കുന്നു. BJPയുടെ എനിക്ക് തോന്നുന്നത് 282 സീറ്റിൽ BJP ഒറ്റയ്ക്കും 342 സീറ്റുകളോളം NDAയ്ക്ക് ഒരു മുന്നണി എന്ന നിലയിലും ലഭിക്കുമെന്നാണ് ഈ ഫലം പറയുന്നത്. അപ്പോൾ NDA മുന്നണി 300 കടക്കുന്നു, BJP 272 എന്നുള്ള കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കടക്കുന്നു. ഈ രണ്ട് ഹൈലൈറ്റ്സ് അതിനകത്തുണ്ട്. അത് തീർച്ചയായിട്ടും ഇതൊരു വളരെ അത്ഭുതകരമായ ഒരു മാറ്റമാണ് എന്ന് പറയാൻ രണ്ട് കാരണമുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, കേവലം ഒരു 6-7 മാസങ്ങളുടെ ഇടവേളയിലാണ് ഇത്ര വലിയ ഒരു മാറ്റം, ഷിഫ്റ്റ് പബ്ലിക് ഒപ്പീനിയനിലുണ്ടാകുന്നത്. ഒന്നത്. രണ്ടാമത്, ജനങ്ങളുടെ ചിന്താരീതിയെ പൂർണ്ണമായിട്ട് മാറ്റിമറിക്കത്തക്കവണ്ണം വലിയ നാടകീയമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊന്നും ഈ സമയത്ത് ഉണ്ടായിട്ടുമില്ല. ഒരു വലിയ ജനകീയ സമരം, കർഷക പ്രക്ഷോഭം പോലെയുള്ള വിഷയം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും, അതുപോലെ BJPക്ക് അനുകൂലമായി വരാവുന്ന വലിയ എന്തെങ്കിലും സംഭവം, അതായത് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ ക്ഷേമ പദ്ധതി, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നും ഉണ്ടാകാതെ തന്നെ ഈ ഒരു വലിയ ഷിഫ്റ്റ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മാത്രമല്ല ഇന്ത്യ മുന്നണി 232 നിന്ന് 188 വീഴുകയാണ്. അതെ. അത് ഒരു നരേന്ദ്രമോദിയെ ഫലപ്രദമായി നേരിടുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട ഒരു മുന്നണി. ആ മുന്നണി തെരഞ്ഞെടുപ്പോടുകൂടി ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന് തോന്നിക്കുന്നു, പിന്നീട് ഇതാ താഴേക്ക് പോകുന്നു. ഇല്ല, അത് ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറേ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ കാര്യമായ അങ്ങനെ ഒരു ശക്തിപ്പെടുത്തൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ പ്രകടമാവേണ്ടതാണ്. ഈ 6 മാസങ്ങൾക്ക് ഇപ്പോൾ 44 സീറ്റാണ് NDAയ്ക്ക് കൂടുതൽ ലഭിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് ആ 44 സീറ്റും പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് അവർക്ക് 44 സീറ്റ് കുറയുന്നു, BJP മുന്നണിക്ക് 44 സീറ്റ് കൂടുതൽ ലഭിക്കുന്നു ഈ ഒരു മൂഡ് ഓഫ് ദ നേഷൻ സർവേ അനുസരിച്ച്. അതാണ്. എന്തായാലും ഈ രണ്ട് മുന്നണികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മുന്നണി
അല്ലെങ്കിൽ ഭരണ തുടർച്ച നേടിയാൽ പോലും അതെ. പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണിക്ക് ഒരു അല്പം സീറ്റുകൾ കൂടുതൽ കിട്ടിയാൽ അതൊരു പോസിറ്റീവ് ഫാക്ടർ ആവേണ്ടതാണ് വരും തെരഞ്ഞെടുപ്പുകളിൽ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്നത് വലിയ ചോദ്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം അതിന് രണ്ട് കാരണങ്ങളുണ്ട്. BJP യെ സംബന്ധിച്ചിടത്തോളം BJP ഇന്ന് ലോകത്ത്, ഞാനതൊരു BJP-യുടെ അനുകൂലമായ ഒരു രാഷ്ട്രീയം പറയുമോ മോദി അനുകൂല രാഷ്ട്രീയം പറയുമല്ല, ശത്രുക്കൾ പോലും സമ്മതിക്കും, ലോകത്ത് ഒരു രാജ്യത്തും അമേരിക്ക ഉൾപ്പെടെയുള്ള ജനാധിപത്യ മാർഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യത്തും ഇതുപോലെ ഒരു ഇലക്ഷൻ മിഷനറി ഇല്ല. BJP പ്രവർത്തിക്കുന്നത് പോലെ ഒരു ഇലക്ഷൻ മിഷനറി വേറെ ഒരു രാജ്യത്തും, നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഇല്ല എന്ന് പറയണം. കോൺഗ്രസ് ഇപ്പോഴും അത് പഠിച്ചിട്ടില്ല. കോൺഗ്രസ്സിന് ഞങ്ങൾക്ക് അവകാശം പോലെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ജനങ്ങൾ അധികാരം തരുന്നില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴും പല ആൾക്കാർക്കും ഉള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ ഫസ്റ്റ് ഫാമിലി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിനുള്ളത്. അവർ ആ ഒരു രീതിയിലാണ് അതിനെ കാണുന്നത്. ആ ഫാമിലിയെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ഇത്രയും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിട്ടും. പക്ഷേ അതേ സമയത്ത് BJP-യെ നോക്കുക, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രശ്നങ്ങൾ നേരിട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും അവർക്കൊരു കാര്യം മനസ്സിലായത്, അതിപ്പോൾ മഹാരാഷ്ട്രയായാലും രാജസ്ഥാനായാലും ഹരിയാനയായാലും BJP-ക്കുള്ളിൽ ആന്തരിക പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളിലാണ് അവർക്ക് തിരിച്ചടി നേരിട്ടത്. വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും അടുത്ത സംസ്ഥാന ഇലക്ഷന് വേണ്ടിയിട്ട് അവരെ സജ്ജരാക്കാനും ആ പാർട്ടിക്ക് സാധിച്ചു. ഇപ്പോൾ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നതനുസരിച്ച് കൂലങ്കുഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ മാത്രമാണ് BJP ആ ഉദ്ദേശിച്ച രീതിയിൽ ഒരു തിരിച്ചുവരവ് നടത്താത്തതെന്നൊരു ഒബ്സർവേഷൻ ഇവരുടെ സർവേയിലുണ്ട്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ നഷ്ടങ്ങൾ അത് മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. UP-യിൽ അങ്ങനെ വന്നിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഒന്ന് എടുത്തു നോക്കട്ടെ, ദില്ലി ഇലക്ഷൻ കഴിഞ്ഞു, കുംഭമേള അവസാനിക്കുന്നു, ഇനി ഒന്ന് എടുത്തു നോക്കട്ടെ, വലിയ വ്യത്യാസമായിരിക്കും, ഇതിലും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ, അതായത് എവിടെയാണോ പ്രശ്നം അത് BJP എളുപ്പം കണ്ടെത്തിയിരിക്കുന്നു, അത് പരിഹരിച്ചിരിക്കുന്നു എന്നാണ് ഈ സർവേ ഫലം കാണിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJP ഇലക്ഷൻ മാനേജ് ചെയ്യുന്ന പോലെ മറ്റാർക്കും ഇലക്ഷൻ മാനേജ് ചെയ്യാൻ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ എല്ലാം എന്താ പറയുക, ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെയാണ്, അതായത് അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BJP വിരുദ്ധരായ നല്ല BJP-ക്കെതിരെ ദിവസവും വിഷം തുപ്പുന്ന ചില മാധ്യമപ്രവർത്തകരുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അവർ പോലും പറയുന്നുണ്ട് BJP-യെ ഇനിയും വരും തെരഞ്ഞെടുപ്പുകളിൽ തോൽപ്പിക്കുക ബുദ്ധിമുട്ടാണ് എന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം നടന്ന തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 9 ആണ്, ഇല്ലേ കുമാർ? അതിൽ എന്തായിരുന്നു BJP-യുടെ പെർഫോമൻസ്? അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും കൂടി കൂട്ടിയാണ് 9. ഈ 9-ൽ 7 എണ്ണത്തിലും BJP-യാണ് വിജയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയം അവിടെ നിൽക്കട്ടെ, ലോക്സഭയോടൊപ്പം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. BJP സർക്കാരിന് കേവല ഭൂരിപക്ഷം BJP-ക്ക് കിട്ടിയില്ല. പക്ഷേ NDA-യുടെ ബലത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരുന്നു. മോദി സർക്കാർ 3ാം വട്ടവും അധികാരത്തിൽ വരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ എത്രയാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ 5 എണ്ണമല്ലേ? 5 എണ്ണം. 5 എണ്ണത്തിൽ 3 എണ്ണം BJP-ക്കാണ് കിട്ടിയത്, അല്ലേ? മഹാരാഷ്ട്രയിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര വിജയമാണ് മഹാരാഷ്ട്രയിൽ. ഹരിയാന ഞെട്ടിപ്പിക്കുന്ന വിജയം, കാരണം ഹരിയാനയെ ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. വലിയ ആന്റി ഇൻകംബൻസിയാണ് പ്രവചിച്ചത്. അപ്പോൾ അത് നാടകീയമായ വിജയമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൃത്യമായും ഇലക്ഷൻ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് BJP-ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുതന്നെയാണ് ഇത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP വിരുദ്ധരായ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. രാഷ്ട്രീയക്കാർ പറയില്ല, പക്ഷേ മാധ്യമപ്രവർത്തകരെങ്കിലും പറയുന്നത് BJP-യെ ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലേ, ഈ വർഷം തന്നെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ബീഹാറാണ്. പിന്നെ ആസാം തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതൊക്കെ വരും വർഷങ്ങളിൽ വരികയാണ്, 1-2 വർഷങ്ങൾക്കിടയിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു വലിയ പ്രഭാവം നിലനിൽക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ മൂഡ് ഓഫ് ദ നേഷൻ സർവേ
എന്താ പറയുക അതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ രാഷ്ട്രീയമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവചനമാണ്. അതെ, അത് ഈ കഴിഞ്ഞ ലോക്സഭയിൽ 18 സീറ്റുകളിൽ UDF-നും 1 സീറ്റ് BJP-ക്കും 1 സീറ്റ് CPM-നും അല്ലെങ്കിൽ LDF-നുമാണ് ജയിച്ചത്. അതിപ്പോൾ ചെറിയ മാറ്റം ഈ സീറ്റ് നിലയിൽ പറയുന്നുണ്ട്. അതായത് UDF-ന് 17 കുറയുന്നു. അതായത് ഈ BJP-യെ സംബന്ധിച്ചിടത്തോളം 1 സീറ്റ് കൂടുതൽ കിട്ടുന്നു. 2 സീറ്റുകൾ BJP-ക്ക് 17 പറയുന്നുണ്ടോ? ഇല്ല, അത് ഏതായിരിക്കുമെന്ന് ഇതുവരെ പറയുന്നില്ല. പക്ഷേ 2 സീറ്റുകളാണ് പറയുന്നത്. LDF അതേപോലെ നിൽക്കുന്നു. പക്ഷേ അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിലാണ് വലിയ സർപ്രൈസ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. 24% BJP വോട്ട് ഉയർത്തുന്നു ഈ ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ എന്നുള്ളതാണ്. 42% UDF-ന്റെ വോട്ട് താഴുന്നു. LDF 30-ലേക്ക് വളരെ 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 അതായത് ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു സർവേ നടക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു, കേരളത്തിൽ 3-ാം ബദൽ, ആ 3-ാം ബദൽ മിക്കവാറും 2-ാം ബദലായി മാറുന്ന കാഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഞാനത് എങ്ങനെയാണെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ഞാൻ വിശദീകരിക്കാം. പക്ഷേ കേരളത്തിൽ BJP-യുടെ വോട്ട് ശതമാനവും LDF-ന്റെ വോട്ട് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം കേവലം 6% കുറയുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് 30% LDF-നും BJP-ക്ക് 24%. ഇപ്പോൾ നിലവിൽ BJP-ക്ക് 17% ഉള്ളത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ളത് 7% വർദ്ധിച്ച് 24-ലേക്ക് എത്തുമെന്നും LDF-ന്റെ വോട്ട് ഷെയറിൽ 2% ഡ്രോപ്പ് ഉണ്ടാകും, UDF-ന്റെ വോട്ട് ഷെയറിൽ 1% ഡ്രോപ്പ് ഉണ്ടാകും. കാരണം 2 കൂട്ടരെയും ഇത് ബാധിക്കും, BJP-യുടെ ഈ വളർച്ച ബാധിക്കും എന്നുള്ളതാണ് ഈ സർവേയിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ, അവരുടെ ഒരു കണ്ടുപിടുത്തം. എന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. എക്സെപ്റ്റ് ഒരു മാറ്റം എന്ന് പറയുന്നത് കുമാറെ, BJP-ക്ക് 1 സീറ്റ് ലഭിച്ചിടത്ത് 2 സീറ്റ് കിട്ടും. പക്ഷേ വോട്ട് ഷെയറിൽ 7% വർധനവ് ഉണ്ടാവും. LDF-ന് ഈ പറയുന്ന പോലെ 1 സീറ്റാണ് LDF-ന് അവർ പ്രവചിക്കുന്നത് ഈ സർവേ അനുസരിച്ച്. UDF-നാണ് ബാക്കി സീറ്റുകൾ അവർ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാത്ത 2024 ലോക്സഭയുടെ ചിത്രത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകാത്ത ഒരു റിസൾട്ടായിരിക്കും വരിക. കൂടുതൽ സീറ്റുകൾ UDF-നായിരിക്കും. പക്ഷേ ഈ പറയുന്ന നാടകീയമായ വളർച്ച BJP-യുടെ വോട്ട് ഷെയറിൽ ഉണ്ടാകും എന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനും 1 വർഷം അപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ കണക്കുകൾ തീർച്ചയായും അതിനെ സ്വാധീനിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ കണക്കുകൾ സ്വാധീനിക്കണം. ഈ കണക്കുകൾ, അതായത് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഇപ്പോൾ UDF-ഉം വാർത്തകളിൽ കാണുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി അവർ ഓൾറെഡി തന്നെ മിഷണറി വർക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ BJP-യുടെ മിഷണറി വർക്ക് ചെയ്യുന്നതിൻ്റെയും കൂടെ ഫലമായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കാൻ ലഭിക്കുന്ന ഒരവസരമാണ്. അപ്പോൾ അതിലേക്ക് കടന്നു കയറാനും കാര്യങ്ങൾ പ്രവർത്തിക്കാനും തുടങ്ങി എന്നുള്ളതും അതിൻ്റെ ഇമ്പാക്റ്റും കൂടെ ആയിരിക്കണം ഇത് സൂചിപ്പിക്കുന്നത്. കാരണം അതല്ലാതെ വേറൊരു വലിയ രാഷ്ട്രീയ മാറ്റമോ ഷിഫ്റ്റോ ഉണ്ടാകേണ്ട ഒരു കാര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസത്തിനും ഇടയിൽ. അപ്പം തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തനം തന്നെയാണ് ഇതിനുള്ള കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് BJP-യെ പോലെ ഒരു പാർട്ടിക്ക് ഇവിടെ ഒരു 3-ാം ശക്തിയാണ്. 2 തികച്ചും പാർട്ടിസനായിട്ടുള്ള, പണ്ട് അടൽ ബിഹാരി വാജ്പേയി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ ധ്രുവീകരണത്തെക്കുറിച്ച്, രാഷ്ട്രീയ ധ്രുവീകരണത്തെക്കുറിച്ച്. ആ ധ്രുവീകരണത്തിനിടയിൽ സ്വന്തം സ്പേസ് കണ്ടെത്താനാണ് BJP ശ്രമിക്കേണ്ടതെന്നാണ് അന്ന് അടൽജി പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനമാണ്. കാരണം ചെറിയ കാര്യമല്ല, ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. LDF-ഉമായിട്ടുള്ള വോട്ട് ഷെയറിന് അടുത്ത് BJP-ക്ക് എത്താൻ സാധിക്കുന്നു. BJP 3-ാം ശക്തി എന്നുള്ളതിൽ എൻ്റെ ഒരു തോന്നലനുസരിച്ച് കുമാറെ, ത്രിപുരയിലൊക്കെ സംഭവിച്ചതുപോലെ LDF-നെ ഒരു പക്ഷേ വിഴുങ്ങുക, ത്രിപുരയിൽ അതാണ് സംഭവിച്ചത്. അതുപോലെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ പോലും സാധ്യതയുണ്ട് കേരളത്തിൽ.
എന്ത് തോന്നുന്നു? അതെ, ഈ കണക്കുകൾ ഒരു വലിയ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് 30% LDFിൻ്റെ വോട്ടിംഗ് ശതമാനം വരികയും 24% BJP കയറുകയും ചെയ്താൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് BJPയുടെ വോട്ടിംഗ് ശതമാനമാണ്. 30 എന്നത് LDFിൻ്റെ വോട്ടിംഗ് ശതമാനമാണ്. തീർച്ചയായും മുന്നണി സമവാക്യങ്ങളിൽ മാറ്റമുണ്ടായാൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ NDA മുന്നണിക്കുള്ളിലുള്ള മറ്റ് BJP ഇതര കക്ഷികളുടെ ഒരു രാഷ്ട്രീയ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അത് അത്ര വലുത് കാരണം അതുപോലെ ഗണ്യമായ ജനപിന്തുണയുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം NDAയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം UDFിലൊക്കെ ആണെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു സംവിധാനം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് ഗണ്യമായ ഒരു വർധനവ് തന്നെയാണ്, നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു വർധനമാണ്. ഞാനിപ്പോൾ വായിച്ച ഒരു കാര്യം, യശ്വന്ത് ദേശ്മുഖ് എന്ന് പറയുന്ന ഒരു ഈ പറഞ്ഞ പോലെ സെഫോളജിസ്റ്റ് എന്ന നിലയിൽ പേരെടുത്ത ആളാണ്, സീ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇതിനകത്തൊരു ഒബ്സർവേഷൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഈ കാര്യത്തിൽ. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. അതായത് രണ്ടാം ബദൽ അല്ലെങ്കിൽ രണ്ടാം ശക്തി എന്നുള്ള നിലയിൽ BJP കടന്നു വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, അത് BJP ഈ പറയുന്ന പോലെ നിങ്ങളിങ്ങനെ പറയുന്നു, ഇതെങ്ങനെയാണ് BJP അവിടെ ചക്രവാളത്തിൽ പോലും ഇല്ലാതിരുന്ന പാർട്ടിയല്ലേ? അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ത്രിപുരയിൽ എന്താണ് സംഭവിച്ചതെന്നാണ്. 15 വർഷം കൊണ്ട് ത്രിപുരയിലുണ്ടായ മാറ്റം എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് തന്നെ, കാരണം അദ്ദേഹം അതിന് എടുത്തു പറയുന്ന ഒരു കാര്യം, LDFിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ കേരളത്തിലും LDFും CPMും തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കാര്യം വളരെ വ്യക്തമല്ലേ? അതെ, എന്തായാലും ഈ ഒരു 24-30 എന്ന 6% ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ആ വ്യത്യാസം തീർച്ചയായും ഇതൊരു സ്വാഭാവികമായി നടന്ന ഒരു കാര്യമൊന്നും തോന്നില്ല. കാരണം കേരളം പിടിക്കാൻ BJP വ്യക്തമായ കാര്യപരിപാടി കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്നുകൂടി അതിനർത്ഥമില്ലേ? തീർച്ചയായിട്ടും സ്വാഭാവികമായി നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് കൃത്രിമത്വമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു ശക്തമായ നീക്കമുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ BJPയെ സഹായിക്കുക എന്നുള്ളതല്ലെങ്കിൽ കൂടി ദേശീയതയ്ക്കും ദേശീയ ശക്തികൾക്കും ഒരു പ്രാമുഖ്യം കൊടുക്കുന്നത് നാഷണൽ ലെവലിൽ തന്നെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ RSSൻ്റെ സർസംഘചാലക് തന്നെ അദ്ദേഹം കേരളത്തിൽ നിരന്തരം എത്തുന്നത് കേരളത്തിൽ ഒരു വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്, ഹിന്ദു സമൂഹത്തിൽ ഒരു വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ നേതാക്കൾ പലരും വരികയും പലതരത്തിലും BJPയെ ഫോക്കസ് ചെയ്തുള്ള ചർച്ചകളൊക്കെ ഡൽഹിയിലും നടക്കുന്നുണ്ട്. അണിയറയ്ക്ക് പിന്നിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കേരളം ശക്തമായിട്ട്, കാരണം കേരളവും വെസ്റ്റ് ബംഗാളും ആണ് യഥാർത്ഥത്തിൽ BJPയുടെ മുമ്പിലുള്ള യഥാർത്ഥ വെല്ലുവിളികൾ. അല്ലേ? യഥാർത്ഥ വെല്ലുവിളികൾ. ഒരർത്ഥത്തിൽ അവിടെ വെസ്റ്റ് ബംഗാളിൽ ഇടത് ശക്തികളെ വിഴുങ്ങിയത് മമതാ ബാനർജിയാണ്. ഇപ്പോഴും മമതാ ബാനർജി ഒരു വ്യക്തിയാണെങ്കിലും ആ പ്രഭാവം അവിടെ നിലനിൽക്കുകയാണ്. അവിടെയും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ മറുവശത്ത് കേരളമാണുള്ളത്. കേരളത്തിൻ്റെ ഒരു ചരിത്രം തന്നെ ഈ ഇരുമുന്നണികളും പരസ്പരം അധികാരം പങ്കിടുന്നതിൻ്റെ ഒരു ചരിത്രമാണ്. BJPക്ക് ഇവിടെ യാതൊരു കാരണവശാലും BJPക്ക് അഡ്രസ്സ് ഉണ്ടാവില്ല എന്നിവർ ഇരുകൂട്ടരും ഒരേ സ്വരത്തിൽ പറഞ്ഞ നാടാണ്. പക്ഷെ അവിടെയാണ് ഈ ഇടിച്ചു കയറൽ. അന്ന് അടൽ ബിഹാരി വാജ്പേയി ഒരു പക്ഷേ അദ്ദേഹം സ്വപ്നം കണ്ടതുപോലെ, അദ്ദേഹം വിഭാവനം ചെയ്തതുപോലെ ഇവർക്കിടയിലേക്ക് കടന്നു കയറി ഒരു സ്പേസ് BJP ഉണ്ടാക്കി കഴിഞ്ഞു. അത് വളരെ വിശാലമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും നരേന്ദ്രമോദിക്കും BJPക്കും എതിരെ പടുത്തുയർത്തി എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ മുന്നണി, ആ മുന്നണി വിജയിച്ചില്ല എന്ന് മാത്രമല്ല ഇനി ഭാവിയിൽ അതിൻ്റെ പ്രസക്തി ഇല്ലാതെയാകുന്ന ഒരു കാഴ്ച കൂടിയാണ്. തീർച്ചയായിട്ടും ഈ അടുത്തടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഓരോ സംസ്ഥാനത്തും ഓരോ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണുള്ളത്. ബീഹാറിലെ പോലെ അല്ല യുപിയിലെ പോലെ അല്ല രാജസ്ഥാനിൽ, ഇവിടുത്തെ പോലെ ഒന്നുമല്ല വെസ്റ്റ് ബംഗാളിലും കേരളത്തിലും. അപ്പോൾ ഈ മുന്നണികൾ വിധിക്കപ്പെട്ടതാണ്, ഈ മുന്നണിയിലെ രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം മത്സരിക്കുക എന്നുള്ളത്. അവർക്കത് ഒഴിവാക്കാൻ സാധിക്കില്ല. കേരളത്തിൽ LDF UDF ഒരുമിച്ച് ചേർന്ന് നിന്ന് BJPക്കെതിരെ മത്സരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ മത്സരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ആദ്യം തന്നെ തകരും. LDFും UDFും മുന്നണികൾ എന്നുള്ള നിലയിൽ ഇല്ലാതാവും. കാരണം വലിയ ഇഷ്യൂ ആണ്, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇവർ തമ്മിൽ മത്സരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മുന്നണിയുടെ സംവിധാനം തന്നെ വരും കാലങ്ങളിൽ എത്രത്തോളം നിലനിൽക്കുമെന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഉയർത്തിക്കൊണ്ടാണ് ഈ മൂഡ് ഓഫ് ദ നേഷൻ സർവേ അവസാനിക്കുന്നത്. ഈ ദില്ലി തെരഞ്ഞെടുപ്പിന് ശേഷം അൽ ജസീറ ഒരു പ്രൊഫസറെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതുപോലെ ഇനി BJPയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക വലിയ ബുദ്ധിമുട്ടാകും. ആ ഒരു ഇത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു തരംഗം തന്നെയാണ് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ എന്ന സർവേയിലും പ്രതിഫലിക്കുന്നത്. നിശബ്ദമായ തരംഗം. അതെ, നിശബ്ദമായ തരംഗം. നമസ്കാരം. നമസ്കാരം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.